ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഇവിടെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടെ എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ. ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ആസ് എ നേഴ്സ് എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്യാം എന്ന് കരുതി. പക്ഷെ എനിക്കത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പം ഞാൻ അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം, നമ്മളവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള പ്രൊസീജിയറുകളും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നേഴ്സായിട്ട് ഞാനിവിടെ ഈ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഇപ്പോൾ ഒരു 2.5 വർഷമായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസുകൾ അനുസരിച്ച് നമ്മൾ ലോങ് ടേം കെയറിനേക്കാളും എപ്പോഴും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലോങ് ടേം കെയറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രൊസീജിയറുകളെല്ലാം നമ്മൾ മറന്നു പോകും. ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് പിന്നെ പേടി കൂടി കൂടി വരും വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങ് സ്റ്റക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ലത്, ചെറുതാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആംബിയൻസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു മെഡിക്കൽ വാർഡാണ്, അക്യൂട്ട് മെഡിസിൻ യൂണിറ്റ് ആണ് കേട്ടോ. അതിൽ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ പേഷ്യൻസ് ഉണ്ട്, അതുപോലെ സ്ട്രോക്ക് പേഷ്യൻസ് ഉണ്ട്, പിന്നെ ടെലി പേഷ്യൻസ് ഉണ്ട്. ടോട്ടൽ സെൻസസ് ഏകദേശം 60 ആണ്. അപ്പോൾ അതിൽ തന്നെ ഒരു 16 ബെഡ്, എനിക്ക് തോന്നുന്നു 16 ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അതുപോലെ സ്ട്രോക്കും ബാക്കി അതുപോലെ തന്നെ 8 ബെഡ്സ് ടെലിയുമാണ്. ടെലി എന്ന് പറഞ്ഞാൽ കാർഡിയാക് പേഷ്യൻസ് ആണ്. അത് പോസ്റ്റ് പ്രൊസീജിയറും ഉണ്ടാകാം, അതുപോലെ കാർഡിയാക് മെഡിസിൻ പേഷ്യൻസും ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഫുള്ള് മെഡിക്കൽ പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ജോലിക്ക് കയറി കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രോക്ക് ട്രെയിനിങ്ങും തരും, അതുപോലെ ടെലി ട്രെയിനിങ്ങും തരും. RNs ആണെങ്കിൽ എന്തായാലും ടെലി ട്രെയിനിങ് തരും. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാകും കേട്ടോ. എക്സാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പേഷ്യൻസിനെ തരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഡേ ഷിഫ്റ്റിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഡേ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ 7 to 7 ആണ് കേട്ടോ. 12 hour ഷിഫ്റ്റ് ആണ് നമുക്ക്. അപ്പം രാവിലെ 7 o'clock തൊട്ട് വൈകിട്ട് 7 o'clock വരെ. 7 എന്ന് പറയുമെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6:30 6:35 ഒക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലണം. ചെല്ലണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇവിടെ എല്ലാവരും നേരത്തെ വരുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം 6:15 ആകുമ്പോഴേ അവിടെ വന്ന് പഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പോവുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പങ്ക്ച്വാലിറ്റി ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ പോവുക. അപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ വീട് ഇവിടുന്ന് ഒരു 3 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. വണ്ടിക്കാണെങ്കിലും ബസ്സിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ 3 മിനിറ്റേ ഉള്ളൂ. ഇപ്പോൾ നടന്നു പോകാനാണെങ്കിൽ ഞാൻ 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇച്ചിരി നേരത്തെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 6:30 ആകുമ്പോൾ പോകും. 6:35 അല്ലെങ്കിൽ 6:40 മാക്സിമം, അപ്പോഴത്തേക്കും അങ്ങ് ചെല്ലും. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ബോർഡിൽ അസൈൻമെൻറ്റ് ഇട്ടിട്ടുണ്ടാവും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റിൽ 12 കാർട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങളുടെ സെൻസസ് എത്രയാണോ അതനുസരിച്ചിരിക്കും എത്ര കാർട്ട് എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ഹാഫ് പേപ്പർ വർക്കും ഹാഫ് സിസ്റ്റം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഫുള്ളായിട്ട് സിസ്റ്റം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ പേപ്പർ വർക്ക് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കാർട്ടിൽ മെഡിക്കേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെയാണ് നമ്മൾ കാർട്ട് യൂസ് ചെയ്തിരുന്നത്. അതേസമയം ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമുക്കൊരു കാർട്ട് തന്നിട്ടുണ്ട്. ആ കാർട്ട് നമ്മളുടെയാണ്. നമ്മൾ ചെല്ലുമ്പോൾ തൊട്ട് തീരുന്നത് വരെ നമ്മുടെ കാർട്ടാണ്. ഈ കാർട്ടിൽ ഒരു സിസ്റ്റം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഏതൊക്കെ പേഷ്യൻസ് ആണോ അസൈൻ ചെയ്തിരിക്കുന്നത് ആ പേഷ്യൻസിന്റെ മെഡിക്കേഷനും കാര്യങ്ങളും, പുള്ളി മെഡിക്കേഷൻസ് കേട്ടോ, വേറൊന്നുമില്ല. അതുപോലെ തന്നെ പിന്നെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പം എന്തെങ്കിലും സിറിഞ്ചസോ ഫ്ലഷോ, അതേപോലെ തന്നെ ആപ്പിൾ സോസ് നമ്മൾ യൂസ് ചെയ്യും മെഡിസിൻ കൊടുക്കാനായിട്ട്. അപ്പം അത്, അതേപോലെ തന്നെ നീഡില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാർട്ടിലുണ്ടാവും, ജസ്റ്റ് സ്പെയർ ആയിട്ട്. പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് മെഡ് പ്രെപ്പിന് വേണ്ടി വേറൊരു കാർട്ടുണ്ട്. ഓരോ ഹോസ്പിറ്റലും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് പറയുന്നത്. മിക്കവാറും ഹോസ്പിറ്റലുകളിലെല്ലാം മെഡ് പ്രെപ്പിന് വേണ്ടി സെപ്പറേറ്റ് ഒരു യൂണിറ്റ് ഉണ്ടാകും കേട്ടോ. IV ഇഞ്ചക്ഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ഏരിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമേ ചെന്ന് നമ്മളുടെ അസൈൻമെൻറ്റ് നോക്കി, നമുക്കിപ്പോൾ ചിലപ്പോൾ 5 പേഷ്യൻ്റ് ആയിരിക്കും. ഇപ്പം അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ ആണെങ്കിൽ ഡേ ഷിഫ്റ്റിൽ 1:5 ആയിരിക്കും മിക്കവാറും. അതേപോലെ തന്നെ ടെലി ആണെങ്കിൽ, കാർഡിയാക് പേഷ്യൻസ് ആണെങ്കിൽ 1:4 ആണ് അതിൻ്റെ റേഷ്യോ. അതേപോലെ സ്ട്രോക്ക് ആണെങ്കിലും 1:4. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ റേഷ്യോ. പിന്നെ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, കാരണം നമുക്ക് ഇപ്പം ചിലപ്പം ഷോർട്ട് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ 1:6 വരെയൊക്കെ കിട്ടും.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആരൊക്കെയാണ് അസൈൻ ചെയ്യുക, ഇപ്പോൾ ബെഡ് നമ്പർ ആയിരിക്കും അവിടെ ഇട്ടിരിക്കുന്നത്. ഏത് ബെഡാണോ നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്നത് ആ ബെഡ് നമ്പർ നമ്മൾ നമ്മളുടെ ഹാൻഡ് ഓവർ ഷീറ്റ് എടുത്ത് അതിൽ എഴുതിക്കൊണ്ട് പോയി നമ്മൾ ആർക്കാണോ അത് മുമ്പ് നൈറ്റിൽ അസൈൻ ചെയ്തിരുന്നത് അവരോട് പോയി റിപ്പോർട്ട് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണോ ഈ പേര് ഉള്ളത് അത് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റിപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ഷീറ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാനൊരു ഒരു ഫോർമാറ്റ് കാണിക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മളുടെ റിപ്പോർട്ട് ഷീറ്റ്. നെയിം, ഏജ്, സെക്സ്, പിന്നെ ഡയഗ്നോസിസ്, അതുപോലെ അലർജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഹാൻഡ് ഓവർ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ എഴുതിയിരിക്കണം. കാരണം പിന്നീട് ഒരു പ്രശ്നം വന്നാൽ അത് നിങ്ങൾക്കിരിക്കും. അതുകൊണ്ട് അതേപോലെ തന്നെ ഗ്ലൂക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഷുഗർ ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതങ്ങനെ. ചിലർക്ക് BID ഉണ്ടാകും, QID ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി വെക്കണം. പിന്നെ അതേപോലെ തന്നെ കോഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻ്റ് ഫുൾ കോഡാണോ അല്ലയോ, ഡു നോട്ട് റിസസിറ്റേറ്റ് സ്റ്റാറ്റസ് ആണെന്നുണ്ടെങ്കിൽ, DNR ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് എഴുതുക. അല്ല ഫുൾ കോഡ് ആണെന്നുണ്ടെങ്കിൽ അത് എഴുതുക. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ചും എമർജൻസി സിറ്റുവേഷൻ ഒക്കെ ഇപ്പോൾ കോഡ് ബ്ലൂ ഒക്കെ വിളിക്കേണ്ടി വന്നാൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ പേഷ്യൻ്റെ കോഡാണ്. കാരണം ഫുൾ കോഡ് ആണെങ്കിലാണ് നമുക്ക് കോഡ് വിളിക്കാൻ പറ്റുന്നത്. ഇല്ല DNR ആണെങ്കിൽ, ഡു നോട്ട് റിസസിറ്റേറ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം വരുന്നത് ഇപ്പോൾ പേഷ്യന്റിന് എന്തെങ്കിലും ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, അതായത് ഇപ്പം പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും ഇവിടെ വരുന്നത്. അപ്പോൾ ഇപ്പം ലാംഗ്വേജ് അറിയില്ല, ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെ ആണെങ്കിൽ, ചിലർ ഇപ്പം സ്പാനിഷ് സ്പീക്ക് ചെയ്യുന്നുണ്ടാവും, ഇറ്റാലിയൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഹിന്ദി മാത്രം അറിയുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് മെൻഷൻ ചെയ്യണം. ഇപ്പോൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാം. അതുപോലെ തന്നെ അതിനകത്ത് ഹിസ്റ്ററി, എന്തെങ്കിലും വേറെ ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ എല്ലാം ഹിസ്റ്ററികൾ, അതുപോലെ സർജറികൾ ഒക്കെ, അതുപോലെ പേഷ്യൻ്റ് ഐസൊലേഷൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഐസൊലേഷൻ, എന്ത് ടൈപ്പ് ഓഫ് ഐസൊലേഷൻ ആണ്, എയർബോൺ ആണോ കോണ്ടാക്റ്റ് ആണോ എന്താണുള്ളത് അതും എഴുതുക. അതേപോലെ പേഷ്യൻ്റ് മൊബിലിറ്റി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലെങ്കിൽ ടൈംസ് 1 ആണോ ടൈംസ് 2 അസിസ്റ്റ് ആണോ, അത് നമ്മുടെ ഫിസിയോ അസസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും നമുക്ക് പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ റിപ്പോർട്ട് കിട്ടും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയറ്റ്. പേഷ്യൻ്റെ ഡയറ്റ് എന്താണെന്നുള്ളത് അത് ഉറപ്പായിട്ടും നോക്കിയിരിക്കുക. കാരണം ചില പേഷ്യൻസ് NPO ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിക്കവാറും പേഷ്യൻസ് ഇപ്പം സ്ട്രോക്ക് ഒക്കെ ഉള്ള പേഷ്യൻറ്റിന് ഉറപ്പായിട്ടും നിങ്ങൾ ഡയറ്റ് ചോദിക്കണം. കാരണം ചില പേഷ്യൻസ് ഇപ്പോൾ വരുമ്പോൾ അവർക്ക് സ്വാളോയിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡയറ്റ് മിക്കവാറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. SLP സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് അസസ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇവർക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അത് പ്രത്യേകിച്ചും നോക്കുക. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെയും ചിലപ്പോൾ അത് ഡിസ്ഫാജിയ ഡയറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്യൂരിയഡ് ഡയറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ തിൻ ഫ്ലൂയിഡ് ആയിരിക്കാം, തിക്ക് ഫ്ലൂയിഡ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് നിങ്ങളത് മെൻഷൻ ചെയ്യുക. പിന്നെ പേഷ്യൻ്റ് സിസ്റ്റം വൈസ് ഉള്ള അസസ്മെന്റ്, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുമ്പോൾ പേഷ്യൻ്റ് അലർട്ട് ഓറിയന്റഡ് ആണോ, GCS എത്രയാണ്, ഇതൊക്കെ നോക്കുക. അതേപോലെ തന്നെ റെസ്പിറേറ്ററി വരുമ്പോഴത്തേക്കും പേഷ്യൻ്റ് എന്തെങ്കിലും SOB ഉണ്ടോ, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഉണ്ടോ, ഓക്സിജൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതേപോലെ പിന്നെ GI വരുമ്പോഴത്തേക്കും പേഷ്യൻ്റെ ബവൽ ആൻഡ് ബ്ലാഡർ ഒക്കെ എങ്ങനെയാണ്, പേഷ്യൻ്റ് BM പാസ് ചെയ്തിട്ട് എത്ര ദിവസമായി. BM എന്ന് ഉദ്ദേശിച്ചത് ടോയ്ലറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ പേഷ്യന്റിന് സ്റ്റൂൾ പാസ് ചെയ്തിട്ട് എത്ര ദിവസമായി, അത് ബവൽ മൂവ്മെന്റ് എന്നാണ് ഇവിടെ നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നതും ഒക്കെ ബവൽ മൂവ്മെന്റ് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ പേഷ്യന്റിന് കാത്തീറ്റർ ഉണ്ടോ, ഫോളി കാത്തീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സുപ്രാപ്യൂബിക് ഉണ്ടെങ്കിൽ അത് അങ്ങനെ. അപ്പോൾ അതുപോലെ എത്ര ദിവസമായി എന്നിട്ടതാണെന്നുണ്ടെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ അത്. പിന്നെ അറിയേണ്ടതാണ് ഡ്രസ്സിങ്, എന്തെങ്കിലും ഡ്രസ്സിങ്ങുകളുണ്ടോ ഉണ്ടെങ്കിൽ അത് എത്ര ദിവസത്തിലാണ്. അപ്പം ചിലപ്പോൾ ഓർഡർ ഉണ്ടാവും Q2 days, അതായത് 2 ദിവസം കൂടുമ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അത് ഡെയിലി ആയിരിക്കാം. അതുപോലെ അത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, ഇപ്പം നോർമൽ സലൈനും അഡാപ്റ്റിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് മീസോർബ് വെച്ചിട്ടായിരിക്കും. അങ്ങനെ അപ്പോൾ അത് ഏത് ടൈപ്പിലുള്ളതാണോ, അതുപോലെ എത്ര ദിവസം കൂടെയാണോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. പിന്നെയുള്ളതാണ് ലാബ്, എന്തെങ്കിലും ലാബ് വർക്ക് പെൻഡിങ് ഉണ്ടോ. ലാബ് വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അതുപോലെ പ്രീവിയസ് ലാബ് എന്തെങ്കിലും ചെയ്തതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഹീമോഗ്ലോബിനൊക്കെ ലോ ആണ്, അപ്പം നമ്മളത് മോണിറ്റർ ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമ്മളത് ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അതുപോലെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ എപ്പോഴും മെഡിക്കലിൽ എപ്പോഴും സ്ഥിരമുള്ളതാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സോഡിയം പൊട്ടാസ്യം ലെവലൊക്കെ ഉണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ളതൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും.
പേഷ്യന്റിനെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മെഡിക്കേഷൻ എങ്ങനെയാണ് പേഷ്യന്റ് കഴിക്കുന്നത്, അതായത് ഹോൾ മെഡിക്കേഷൻ ആണോ അതോ അതായത് ഫുള്ളായിട്ട് ക്രഷ് ചെയ്യാതെ അങ്ങനെ തന്നെ സ്വാളോ ചെയ്യുവാണോ അതോ ക്രഷ് ചെയ്താണോ കൊടുക്കുന്നത്. ഇപ്പം അതുപോലെ ട്യൂബ് ഫീഡ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ട്യൂബ് ഫീഡ് എന്ത് ടൈപ്പ് ഫീഡാണ്. ഇപ്പൊ ഇവിടെ നമ്മളെ ഫോർമുലയാണ് കൊടുക്കുന്നത്. ഓൾറെഡി നമുക്ക് ഡയറ്റീഷ്യൻ ഓർഡർ തന്നിട്ടുണ്ടാവാം. ആ ഓർഡറിനനുസരിച്ചായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അത് ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ഫീഡ് ആകാം, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫീഡ് ഉള്ളതും ഉണ്ടാവാം. നമുക്കിവിടെ മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഇന്റർമീഡിയറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ടൈം അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ 6 to 8, 12 to 2, 5 to 7 അങ്ങനെ പറഞ്ഞിട്ട് ടൈം ഉണ്ടാവും. അപ്പം അതനുസരിച്ചായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ ഫ്ലഷും അവർ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. എത്രയാണ് ഡയറ്റീഷ്യന് ഓർഡർ ചെയ്തിട്ടുണ്ടാവും, എത്രയാണ് ഫ്ലഷ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ പ്രീ ആൻഡ് പോസ്റ്റ്, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും എൻഡ് ചെയ്യുമ്പോൾ ഫ്ലഷ് ചെയ്താൽ മതിയായിരിക്കും. കണ്ടിന്യൂസ് ഫീഡിനൊക്കെ ആണെങ്കിൽ Q2 hours അല്ലെങ്കിൽ Q3 hours അവർ മെൻഷൻ ചെയ്തിട്ടാണ്. അപ്പം അതുപോലെ നമ്മൾ നമ്മുടെ പമ്പിൽ സെറ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ എന്തെങ്കിലും ട്യൂബ്സ് ഡ്രെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് IV കാനുല അല്ലെങ്കിൽ ഡ്രൈനേജ് എന്തെങ്കിലും ഡ്രെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ചെസ്റ്റ് ട്യൂബ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യുക. അതിൻ്റെ ലെവലുകളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രെയിനേജ് എത്ര ഉണ്ടെന്ന് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ റിപ്പോർട്ട് എടുക്കുമ്പോൾ ചോദിച്ച് അറിയുക. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും ആ പേഷ്യന്റിനെ പറ്റി. എങ്ങനെയാണ് പേഷ്യന്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ആണോ എന്ന്. പേഷ്യന്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ അല്ലെങ്കിൽ ഇപ്പം ഹെപ്പാരിൻ ഡ്രിപ്പോ ഒക്കെ പോകുന്ന പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിനെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് കിട്ടി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, ഏത് പേഷ്യന്റിന്റെ അടുത്താണ് ഫസ്റ്റ് പോകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള വാല്യൂസോ അല്ലെങ്കിൽ പേഷ്യന്റ് ഹൈ അലർട്ട് ആയിട്ടുള്ള മെഡിക്കേഷൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റേജിൽ കൂടെ പോകുന്ന പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വേണം നമ്മൾ ഫസ്റ്റ് പോകാനായിട്ട്. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പോയി ആദ്യം എന്തായാലും അവരെല്ലാവരെയും ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരിക, പേഷ്യന്റ് അലൈവ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വരിക. എന്നിട്ട് പേഷ്യന്റ് അടുത്ത് പോയി ഓരോ പേഷ്യന്റ് 1 by 1 ആയിട്ട് പേഷ്യന്റ് അടുത്ത് പോയി വൈറ്റൽസ് ചെക്ക് ചെയ്യുക. അതുപോലെ ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ഹെഡ് ടു ടോ എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അസസ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മളുടെ സിസ്റ്റത്തിൽ ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാവും. വൈറ്റൽസ്, അതുപോലെ അസസ്മെന്റ്, നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുന്ന റൗണ്ട്സ് നോട്ട് ചെയ്യാൻ, അതേപോലെ നമ്മളുടെ പേഷ്യന്റിന്റെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ്, പേഷ്യന്റ് ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, വിത്ത് അസിസ്റ്റ് ആണോ, അസിസ്റ്റ് ആണെങ്കിൽ എന്ത് ഡിവൈസിന്റെ അസിസ്റ്റ് കൊണ്ടാണ്, ഇതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം. അതേപോലെ ഇപ്പം അസസ്മെന്റ് ആണെങ്കിലും ഓരോ സിസ്റ്റം വൈസ് 1 by 1 ആയിട്ട് സിസ്റ്റത്തിനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ ഓരോ പേഷ്യന്റെ അടുത്ത് പോയി നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മൾ ഇപ്പോൾ പേഷ്യൻ്റെ അടുത്ത് പോയി വൈറ്റൽസ് എടുത്തു വന്ന് അപ്പം തന്നെ അത് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്തിടുകയാണെങ്കിൽ അത് വളരെ ഒരു ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടൈം ഒരുപാട് സേവ് ചെയ്യും. ഇപ്പം നമ്മൾ ആ വൈറ്റൽസ് ചാർട്ട് ചെയ്തില്ല, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പേഷ്യൻ്റെ അടുത്ത് പോയി എല്ലാം അവിടെ ഇതുപോലെ തന്നെ വൈറ്റൽസ് എടുത്തു, അസസ്മെന്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞ് തിരിച്ച് അങ്ങനെ 5 പേരുടെ, ഇപ്പം 5 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ 5 പേരുടെ അടുത്ത് പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈ ടൈം എല്ലാം മാറ്റേണ്ടി വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് അല്ലെ സിക്കാവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുകയോ ചെയ്ത് നമ്മൾ അതിൻ്റെ പുറകെ പോയി എൻ്റർ ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഫുള്ള് പെൻഡിങ് ആവുകയാണ്. അപ്പം അവിടെ തൊട്ട് മൊത്തം നമ്മുടെ പെൻഡിങ് ആവുകയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ജസ്റ്റ് എല്ലാവരും ഒന്ന് പോയി നോക്കിയിട്ട് ലൈവ് ആണോ, ബ്രീത്ത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അതിനുശേഷം തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് വൈറ്റൽസ് ചെക്ക് ചെയ്യുക. വൈറ്റൽസ് ചെക്ക് ചെയ്ത് അപ്പം തന്നെ അത് ചാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ഈ പറഞ്ഞ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യണം നമ്മുടെ ആരുടെ കയ്യിൽ നിന്നാണ് റിപ്പോർട്ട് എടുത്തത് എന്നുള്ളത്. ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ശരിക്കും അപ്പം ചാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പതിയെ ചെയ്താൽ മതി. അല്ല ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ ചാർട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ എഴുതി വെച്ചാലും മതി. കാരണം ഓരോ സിസ്റ്റം വൈസ് സിസ്റ്റം എടുക്കുമ്പോൾ അത് സമയമെടുക്കും. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ സ്പെഷ്യലായിട്ട് കാണുകയാണെങ്കിൽ അത് മാത്രം നിങ്ങൾ ചാർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പം IV കാനുല അല്ലെ ഡ്രെയിൻ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ വൈറ്റൽസിൻ്റെ കൂടെ ചാർട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ സൈറ്റ് മറന്നു പോകും, ഏത് സൈഡിലായിരുന്നു അത് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നോക്കാൻ നിൽക്കണം. അല്ലെ മെഷർമെൻറ്റ്, ഇപ്പോൾ ചെസ്റ്റ് ട്യൂബിൻ്റെ ഒക്കെ ആണെങ്കിൽ മെഷർമെൻറ്റ് നമ്മൾ ചെല്ലുമ്പോഴും നോക്കും, തിരിച്ചു പോരുമ്പോഴും എന്തായാലും നമ്മൾ ഇടയ്ക്ക് നോക്കുമല്ലോ.
അതുപോലെ ഇത് വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മളത് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അസസ്മെൻ്റ് ഒക്കെ കഴിയുമ്പോൾ ഏകദേശം ഒരു 8 മണിയാവും. അപ്പോഴത്തേക്കിനും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് വരും. ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്കാണ് കേട്ടോ ഇവിടെ നമ്മുടെ യൂണിറ്റിൽ. അപ്പോൾ ഓരോ ഹോസ്പിറ്റലിലെയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വരും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും ഷുഗർ ചെക്ക് ചെയ്യുക. നമുക്ക് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ആരൊക്കെയാണ് ഷുഗർ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് ചെക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കുക. ഫുഡ് ഇപ്പം ടോട്ടൽ ഫീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ, നമ്മൾ ഫീഡ് ചെയ്യേണ്ടവരാണെങ്കിൽ അവർക്ക് ഫീഡ് ചെയ്യുക. പിന്നെ ഇവിടെ ഇപ്പം നമ്മുടെ കെയർ അസിസ്റ്റന്റുമാർ അല്ലെങ്കിൽ PSWമാർ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു യൂണിറ്റിൽ 1-2 പേരായിരിക്കും ഉള്ളത്. ആ 2 പേരെ കൊണ്ട് ഈ 60 പേഷ്യന്റിന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യണം. ഇപ്പം ചിലർ വിചാരിക്കും ഇവിടെ വന്നാൽ നമ്മൾ മരുന്ന് കൊടുത്താൽ മാത്രം മതി. പക്ഷെ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ ചെയ്യണം കേട്ടോ. ആരും ഈ പറഞ്ഞ പോലെ വാർഡ് ബോയുടെ പണിയാന്ന് വിചാരിച്ചിട്ട് ചിലർ പറയും ഇത് വാർഡ് ബോയുടെ പണിയല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. 8 മണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ചാർട്ടിങ് ചെയ്യുക. അതായത് ഈ അസസ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതേപോലെ പേഷ്യന്റിന് ഇപ്പം ആർക്കെങ്കിലും കെയർ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് ആ സമയത്ത് കെയർ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷുഗറൊക്കെ നോക്കി അത് കഴിഞ്ഞ് ഇൻസുലിനൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ 8 o'clock മെഡിക്കേഷൻ, ചിലർക്കൊക്കെ 8 o'clock മെഡിക്കേഷൻ ഉണ്ടാവും. ആ മെഡിക്കേഷൻസ് കൊടുക്കാം. 10 o'clock മെഡിക്കേഷൻസ് നമ്മുടെ സിസ്റ്റത്തിൽ അത് പോപ്പപ്പ് ആയിട്ട് വരത്തില്ല. ആ സമയത്ത് 1 hourനുള്ളിലായിരിക്കും. അതായത് 10 മണിക്കത്തെ മെഡിക്കേഷൻ ആണെങ്കിൽ ഇപ്പോൾ 9 മണിക്ക് ശേഷവും അതുപോലെ 11 മണിക്ക് മുമ്പും നമുക്ക് കൊടുക്കാം. അതല്ല, അതിന് അപ്പുറത്തേക്ക് നമുക്ക് കൊടുക്കാനുള്ള പെർമിഷനില്ല. നമുക്ക് അതിൽ വരത്തുമില്ല, നമുക്ക് കാണിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 8 o'clock മെഡിക്കേഷൻ കൊടുത്തു. അതിനുശേഷം നമുക്കിപ്പം ആർക്കെങ്കിലുമൊക്കെ കെയർ കൊടുക്കണമെങ്കിൽ ആ ടൈമിൽ നമുക്ക് കെയർ ഒക്കെ കൊടുത്ത് ഇരുത്താം എല്ലാവരെയും. അപ്പോൾ എഴുന്നേപ്പിച്ചിരുത്തേണ്ടവരാണെങ്കിൽ അതുപോലെ തന്നെ എഴുന്നേപ്പിച്ച് കസേരയിൽ ഇരുത്തുക, അല്ലെങ്കിൽ ഈ വീൽ ചെയറിലോ ഒക്കെ ഇരുത്താം. അതുപോലെ തന്നെ റൗണ്ട്സ് എന്ന് പറയുന്നത് ഓരോ യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ചില യൂണിറ്റിൽ ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ആയിരിക്കും പോകുന്നത്. അതായത് ഡോക്ടർ, നഴ്സ്, OT, PT, SLP, അതുപോലെ ഡയറ്റീഷ്യൻ, പിന്നെ അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്, സോഷ്യൽ വർക്കർ, എല്ലാവരും കൂടെ കൂടിയിട്ടായിരിക്കും റൗണ്ട്സിന് പോകുന്നത്. മിക്കവാറും ICUകളിലൊക്കെ അങ്ങനെയായിരിക്കും. അതുപോലെ ചില യൂണിറ്റുകളിലും അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെയല്ല. നമ്മളുടെ റിപ്പോർട്ട്, നമ്മുടെ പേഷ്യന്റിനെ കുറിച്ചുള്ള നമ്മുടെ റിപ്പോർട്ട് നമ്മൾ ചാർജ് നഴ്സിന് കൊടുത്താൽ മതി. ചാർജ് നഴ്സാണ് ഇത് ബാക്കി ടീമിന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ പേഷ്യൻസ് ഒക്കെ ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഫസ്റ്റ് ബ്രേക്കിന് പോകാം. നമുക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് 3 ബ്രേക്കാണ് ഇപ്പോൾ ഇവിടെ. അത് ഫസ്റ്റ് ബ്രേക്ക് എന്ന് പറയുന്നത് 30 minutes നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ളത്. അത് നമ്മളുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പോകാം. അപ്പം നമ്മൾ മിക്കവാറും ഒരു 10 o'clock ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും പോകും കേട്ടോ. കാരണം നമുക്ക് ഡിലേ ആവും തോറും പിന്നെ മുമ്പോട്ട് അടുത്ത ബ്രേക്കുകളും ഡിലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് പോകാൻ പറ്റിയില്ല, നമ്മൾ ബിസി ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, അല്ലെങ്കിൽ നീ പോവോ എന്ന് ചോദിക്കാം. അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ അവർ പോയിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അവർ പോകുമ്പോൾ നമ്മൾ അവരുടെ പേഷ്യൻസിനെ നോക്കുക. അപ്പോൾ അവർ പോകുമ്പോൾ നമുക്ക് റിപ്പോർട്ട് തന്നിട്ട് പോകും എന്തൊക്കെയാണ് അവരുടെ പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ റിപ്പോർട്ട് തന്നിട്ട് പോകും നമുക്ക്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കാം. ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ മെഡിക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പം 10 മണിയുടെ മെഡിക്കേഷൻ എന്ന് പറയുന്നത് കുറേ ഉണ്ടാവും. അപ്പം അത് നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ടാസ്ക്കാണ്. കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. കാരണം എല്ലാവർക്കും തന്നെ രാവിലെ 10 മണിക്കും 5 മണിക്കും ഒക്കെ ആയിരിക്കും മെഡിക്കേഷൻ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേഗം മെഡിക്കേഷൻ കൊടുത്ത് തീർക്കുക ഓരോരുത്തർക്കും. നമ്മൾക്കിപ്പോൾ ഇവിടെ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കാനർ ഉണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ ID ബാൻഡ് സ്കാൻ ചെയ്ത് തിരിച്ച് വന്ന് പേഷ്യൻ്റെ മെഡിക്കേഷൻസ് ഓരോന്നോരോന്ന് സ്കാൻ ചെയ്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ക്രഷ് ചെയ്ത് കഴിക്കേണ്ട പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം എടുത്തിട്ട് ഫൈനലി നമ്മൾ ക്രഷ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അതല്ല ഹോളായിട്ട് കഴിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അങ്ങനെ ഹോളായിട്ട് കൊടുക്കാം. അതല്ല ഇനി ചില പേഷ്യൻസ് ആപ്പിൾ സോസ് കൂട്ടിയായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും കൊടുക്കാം. ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കുമ്പോൾ കഴിവതും നമ്മൾ കറക്റ്റ് ടൈം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇവിടെ മെഡിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും പിറ്റേ ദിവസത്തേക്കുള്ള മെഡിക്കേഷൻ നമ്മളുടെ ഫാർമസി നമുക്ക് ഡെലിവറി ചെയ്യും. അപ്പോൾ ആ ഒരു ദിവസത്തേക്കുള്ള മെഡിസിൻ മാത്രമേ അവർ നമുക്ക് ഡെലിവറി ചെയ്യുള്ളൂ കേട്ടോ. നമ്മുടെ ഫാർമസി തന്നെയാണ് നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. അവർ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ മാത്രമാണ് അവർ സ്ഥിരം വാങ്ങാറുള്ള ഫാർമസിയിൽ നിന്ന് വാങ്ങുന്നത്. ഇന്നിപ്പം 3 മണിയാകുമ്പോൾ നാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള മെഡിക്കേഷൻസ് ഓരോ പേഷ്യൻസിൻ്റെയും നമുക്ക് ഓരോ ബോക്സിനകത്ത് ഇവർ കൊണ്ട് വെച്ചിട്ടുണ്ടാവും.
അപ്പോൾ അത് നമ്മളെടുത്ത് നമ്മുടെ കാർട്ടിൽ കൊണ്ടുപോയി വെക്കുക. അതാണ് നമ്മുടെ ജോലി. അവർ ഡെലിവറി ചെയ്യാത്ത മെഡിക്കേഷൻ ആണെങ്കിൽ എല്ലാ യൂണിറ്റിലും അവർക്ക് പിക്സസ് ഉണ്ടാവും. പിക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ്. ആ കൺട്രോൾഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ അതിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അതുപോലെ തന്നെ ഹൈ അലേർട്ട് ആയിട്ടുള്ള മെഡിക്കേഷൻസും ഇതുപോലെ ഇതിലായിരിക്കും, പിക്സസിലായിരിക്കും ഉണ്ടാകുക. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ എഡ്യൂക്കേറ്റർ കൊണ്ടുവന്ന് അത് രജിസ്റ്റർ ഒക്കെ ചെയ്ത് തരും. അത് കഴിയുമ്പോൾ തൊട്ടാണ് കേട്ടോ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നർക്കോട്ടിക്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോസൈൻ ചെയ്യേണ്ടി വരും. വേറൊരാളും കൂടെ കോസൈൻ ചെയ്താലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ ഡിസ്ക്രിപ്പൻസി വരും. അപ്പം അതുകൊണ്ട് അതൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ. ഇനി എന്തെങ്കിലും എക്സ്ട്രാ മെഡിക്കേഷൻസ് നമുക്കിനി വേണം, അത് നമ്മുടെ പിക്സസിലും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഫാർമസി ഡെലിവറി ചെയ്ത കൂട്ടത്തിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മെഡ് റിക്വസ്റ്റ് അയക്കാം. അപ്പോൾ അവർ വീണ്ടും അത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ നമ്മുടെ ഫിസിഷ്യൻ നമുക്ക് പുതിയൊരു ഓർഡർ തന്നു, അപ്പോൾ ആ മെഡിക്കേഷൻ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അത് മെഡ് റെക്കു ചെയ്യാം. അപ്പോൾ അവരത് ഡെലിവറി ചെയ്യും. അതുപോലെ തന്നെ ടാങ്ക്സ് 1 അസിസ്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്, അതായത് 1 അസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അസിസ്റ്റ് വേണ്ട പേഷ്യൻസിനൊക്കെ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. അതുപോലെ അവർക്ക് കെയർ കൊടുക്കാം. അതല്ല ഇനി 2 പേര് നമുക്ക് കെയർ കൊടുക്കാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് PSW അല്ലെങ്കിൽ നമ്മളുടെ ഈ കോവർക്കേഴ്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കെയർ കൊടുക്കാം. അപ്പോൾ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഷ്യൻസിൻ്റെ ഫയലൊക്കെ ഒന്ന് റീഡ് ചെയ്യുക. എന്തെങ്കിലും അപ്ഡേഷൻസ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഡോക്ടേഴ്സ് നോട്ടോ അല്ലെങ്കിൽ നഴ്സസ് നോട്ടോ ഒക്കെ ഒന്ന് റീഡ് ചെയ്യുക, എന്തൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ചിലർ ഹാൻഡ് ഓവർ തരുമ്പോൾ എല്ലാം പറയണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ നോട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് ഈ നോട്ടൊക്കെ വായിച്ച് നോക്കാം. അതുപോലെ തന്നെ ഡേ ടൈമിൽ നമുക്ക് ഫിസിഷ്യൻസ് ഉണ്ടാവും നമ്മുടെ യൂണിറ്റിൽ. 9 o'clock അല്ലെങ്കിൽ 10 o'clock ഒക്കെ ആകുമ്പോൾ അവർ വരും. വന്നു കഴിഞ്ഞാൽ അവർ ഓരോ 1 by 1 ആയിട്ട് ഈ റൗണ്ട്സ് കഴിയുമ്പോൾ തന്നെ അവർ ഓരോ പേഷ്യൻസിനെ 1 by 1 ആയിട്ട് കാണും. എന്നിട്ട് അവർ അതനുസരിച്ച് പുതിയ പുതിയ ഓർഡറുകൾ ഇടും. പേഷ്യൻസിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് പുതിയ പുതിയ ഓർഡറുകൾ ഇടും. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓർഡറുകൾ പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ ക്യാരി ഔട്ട് ചെയ്ത് പോവുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്ത് അപ്പം തന്നെ അത് ചാർട്ട് ചെയ്തില്ലെങ്കിലുള്ള നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ അപ്പം കഴിഞ്ഞു പോയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കും. പിന്നെ നമ്മൾ പോയിട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും ഓർഡേഴ്സ് പുതിയത് വരും. അപ്പോൾ നമുക്ക് ഇതും ചെയ്യണം അതും ചെയ്യണം, നമ്മൾ എല്ലാത്തിലും ഡിലേ ആയി പോകും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ടൈം ടു ടൈം ആയിട്ട് അറേഞ്ച് ചെയ്ത് ആ ടൈമിൽ തന്നെ ചാർട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക. പിന്നെ എന്തൊക്കെ നിങ്ങൾ ചെയ്താലും ചാർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒരു കാര്യവും ഇല്ല. കാരണം പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നിങ്ങൾ അതിൽ പെടും. അതുകൊണ്ട് ഡോക്യുമെന്റേഷൻ മിസ്സാകരുത്. അത് എവിടെ ആയാലും, ഏത് കൺട്രി ആയാലും എവിടെയായാലും ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ടും ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിലേ ആക്കാതെ തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കുക. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് വിസിറ്റിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യും. വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഇവിടെ മിക്കവാറും 10 അല്ലെങ്കിൽ 11 മണി തൊട്ടൊക്കെ ആയിരിക്കും. അതുപോലെ വൈകുന്നേരം 8-9 മണി വരെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫാമിലി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ടൈം ഉണ്ടാവില്ല. നമ്മൾ ഈ ഓർഡേഴ്സ് ക്യാരി ഔട്ട് ചെയ്യണം. അതുപോലെ പേഷ്യൻസ് ഓരോരുത്തരും ബെല്ലടിച്ചുകൊണ്ടിരിക്കും ഓരോ ആവശ്യം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ബെൽ അറ്റൻഡ് ചെയ്യാനൊന്നും സെപ്പറേറ്റ് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തന്നെ നമ്മളുടെ ബെൽ അറ്റൻഡ് ചെയ്യണം. അതുപോലെ ഇപ്പോൾ PSW ഒക്കെ ആണെങ്കിലും അവർ അല്ലെങ്കിൽ കെയർ വർക്കർ ഒക്കെ ആണെങ്കിലും അവർ 1-2 പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യുക സാധ്യമല്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചില ഫാമിലി ആണെങ്കിൽ, ഇപ്പം ഇവിടെ ഇല്ലാത്ത ഫാമിലി ആണെങ്കിൽ അവർ ചിലപ്പോൾ അപ്ഡേറ്റ്സിന് വിളിക്കും. എന്താണ് പേഷ്യൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വിളിക്കും. അല്ലെങ്കിൽ ഇപ്പം പേഷ്യൻ്റ് കെയർ ഹോമിൽ നിന്ന് വന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ കെയർ ഹോമുകാർ വിളിക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ ആൻസർ കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ ഇപ്പം പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുവാണെങ്കിൽ ആ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഡിസ്ചാർജ് പറയുമ്പോൾ തന്നെ അടുത്ത അഡ്മിഷൻ നമുക്ക് അസൈൻ ചെയ്തിരിക്കും. അപ്പോൾ ആ അഡ്മിഷൻ്റെ റിപ്പോർട്ട് എടുക്കുക. ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മെഡിസിൻ യൂണിറ്റിൽ
ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഓടി നടന്ന് നമ്മൾ പണിയെടുക്കണം. അപ്പോൾ 12 മണിയാവുമ്പോൾ പിന്നെ അടുത്ത ലഞ്ച് വരും. ലഞ്ച് വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ നമ്മൾ രാവിലെ ചെയ്ത പോലെ തന്നെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക, അതുപോലെ ഇൻസുലിൻ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുക. 12 മണിയുടെ മെഡിക്കേഷൻസ് കാണും, അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കൊടുത്തു വരുമ്പോഴത്തേക്കും ഏകദേശം ടൈം ആകും. അതേപോലെ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പേഷ്യൻസിന് ചിലപ്പോൾ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്, എക്സ്റേ, ECG, എക്കോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. എൻഡോസ്കോപ്പി ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് പോർട്ടർ വരും കേട്ടോ. പോർട്ടർ വന്ന് അവരെ കൊണ്ടുപോയിക്കോളും. പക്ഷെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ പിന്നെ പേഷ്യൻസ് ഇപ്പോൾ ഹെവി ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ മെക്ക് ലിഫ്റ്റിൽ വേണം, നമ്മൾ മെക്കാനിക്കൽ ലിഫ്റ്റിലായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവർ ചില ഫാമിലിയൊക്കെ വരുമ്പോഴത്തേക്കും അവർ പറയും പേഷ്യൻറ്റിനെ ഇങ്ങനെ ചെയറിൽ ഇരുത്തണം എന്ന് പറയും. അതുപോലെ ഫിസിയോ ഇങ്ങനെ ഓരോ പേഷ്യൻസിനെയും അസസ് ചെയ്ത് എല്ലാ മീൽസിൻ്റെ ടൈമിലും ചെയറിൽ ഇരുത്തണം എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സമയമെടുക്കും ഓരോ കാര്യങ്ങൾ ചെയ്തു വരാനായിട്ട്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ആംബുലേറ്റ് ചെയ്യുന്ന പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ, നടക്കുന്ന പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫിസിയോക്കാരായിരിക്കും അവർ നടത്തുന്നതും കാര്യങ്ങളും ഒക്കെ. അവർക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറയും. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 2 ഫിസിഷ്യന്മാരുണ്ടാവും നമ്മൾ ഹോൾ ഡേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചെന്ന് പറയാം കേട്ടോ. അവരോട് പറഞ്ഞ് നമുക്ക് ഓർഡർ വാങ്ങണമെങ്കിൽ വാങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് പ്രൊവൈഡർ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇട്ടാലും കുഴപ്പമില്ല. അത് കിട്ടിക്കഴിയുമ്പോൾ അവർ വന്ന് അസസ് ചെയ്തോളും പേഷ്യൻറ്റിനെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ബ്രേക്കിനുള്ള സമയമാവും, നമ്മുടെ ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ഏകദേശം 1 o'clock തൊട്ട് രാവിലെ തന്നെ പോകാൻ തുടങ്ങും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 45 minutes ആണ് സെക്കൻഡ് ബ്രേക്ക്. മിക്കവാറും ഒരു 1:30 ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ആൾ ബ്രേക്കിന് പോകും. അത് കഴിയുമ്പോൾ കവർ ചെയ്യുന്ന ആളും പോകും. അങ്ങനെയാണ്. അപ്പോൾ 2 പേരും 3/4 മണിക്കൂറൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ഒരു 1.5 മണിക്കൂർ കഴിയും. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു 3:30 ആകുമ്പോഴായിരിക്കും മിക്കവാറും നമ്മളുടെ 2 പേരുടെയും ബ്രേക്ക് കഴിയുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ചൊരു ശാന്തമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേഷ്യൻസിൻ്റെ മെഡിക്കേഷൻ ഒക്കെ വരുന്നത് ഫാർമസിയിൽ നിന്ന് അവർ ഡെലിവറി ചെയ്യുന്ന ടൈമിലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ 5 മണിക്കത്തെ മെഡിക്കേഷൻ കൊടുക്കാനാവും. അപ്പോൾ 5 മണിക്കും 4 മണിക്കും 5 മണിക്കും ഒക്കെ ചിലപ്പോൾ മെഡിക്കേഷൻ ഉണ്ടാകും കേട്ടോ, 4 o'clock-നും 5 o'clock-നൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ മെഡിക്കേഷൻ എല്ലാം കൊടുക്കുക. അതേപോലെ തന്നെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ 5 മണിക്കാണ് നമ്മുടെ സപ്പർ വരുന്നത്. അപ്പോൾ ഡിന്നറിൻ്റെ ടൈമിൽ നമുക്ക് തിരക്കായിരിക്കും. കാരണം ഈ 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പേഷ്യൻസിനെ വൈകുന്നേരം നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും കൂടെ ചേഞ്ച് ചെയ്തെല്ലാം സെറ്റാക്കി കിടത്തണം. അപ്പം അതുപോലെ ചെയറിൽ ഇരിക്കുന്ന പേഷ്യൻസൊക്കെയാണ്, അവരെ കയറ്റി തിരിച്ച് ബെഡിൽ കിടത്തി എല്ലാം സെറ്റാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല തിരക്കായിരിക്കും. കാരണം പേഷ്യൻസിനെ തിരിച്ചെടുത്ത് ബെഡിൽ കിടത്തുക, അവർക്ക് മെഡിക്കേഷൻ കൊടുക്കുക, അവരുടെ ഷുഗർ ചെക്ക് ചെയ്യുക, ഡിന്നർ വരുന്നത് സെർവ് ചെയ്യുക. ഡയറ്ററി സ്റ്റാഫ് വരും. ഡയറ്ററി സ്റ്റാഫ് ഫുഡ് കൊണ്ടുവന്നാലും ഐസൊലേഷൻ റൂമൊക്കെ ആണെങ്കിൽ അവർ സെർവ് ചെയ്യത്തില്ല, അത് നമ്മൾ തന്നെ സെർവ് ചെയ്യണം. അതല്ല ജനറൽ ആണെങ്കിൽ അവർ സെർവ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വരുന്ന കേസിൽ ഇപ്പോൾ നമ്മുടെ പേഷ്യൻസ് ഒക്കെ ഐസൊലേറ്റഡ് ആണെങ്കിൽ നമ്മൾ തന്നെ കൊണ്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ ടോട്ടൽ ഫീഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ തന്നെ ഫീഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും നമുക്ക്. അതെല്ലാം കഴിഞ്ഞ് പേഷ്യൻസിൻ്റെ ചേഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പേഷ്യൻസിനെ കിടത്തി കഴിയുമ്പോൾ പിന്നെ പേഷ്യൻ്റെ ചാർട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് എം ടി ചെയ്യാനുള്ള ഡ്രെയിനൊക്കെ എം ടി ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, ചെസ്റ്റ് ട്യൂബൊക്കെ മെഷർ ചെയ്യുക, ഇതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പം അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുക, അതിനൊക്കെ സമയം എടുക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുക, എന്തൊക്കെയാണ് പുതിയ ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് എഴുതി വയ്ക്കുക. പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് നമ്മളുടെ പേഷ്യൻസിൻ്റെ എന്തെങ്കിലും പുതിയ നോട്ട്സ്, ഡോക്ടേഴ്സ് ഇപ്പോൾ പുതിയ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ പ്ലാൻ, അടുത്ത പ്ലാൻ എന്താണ്, പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ആക്കാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള രീതിയിൽ അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി വെച്ച് എല്ലാം നമ്മുടെ പേപ്പറിൽ എഴുതി വയ്ക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് കണ്ടാലും ഞാനത് പേപ്പറിൽ എഴുതി വെക്കും. കാരണം എൻ്റെ മെമ്മറി ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം പേപ്പറിൽ എഴുതി വെക്കും. കാരണം ഞാൻ മറന്നു പോയാലും എനിക്കത് ഓർക്കാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഇപ്പം ലാബ് വാല്യൂസ് ഒക്കെ ഇപ്പം എന്തെങ്കിലും പൊട്ടാസ്യം അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഒക്കെ കുറവാണ്, അല്ലെങ്കിൽ പൊട്ടാസ്യം ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പൊട്ടാസ്യം പ്രോട്ടോക്കോൾ ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഓരോ ദിവസം എത്രയാണോ, ഇപ്പോൾ 3.1 ഉള്ളൂ, അപ്പോൾ അതനുസരിച്ചുള്ള എത്ര പൊട്ടാസ്യം കൊടുക്കണമെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ നാളത്തേക്കുള്ള ടെസ്റ്റിനുള്ള ഓർഡർ ഇടുക. ഇതൊക്കെ ആ ഡോക്യുമെൻറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ടൈം ആകും. അപ്പം സമയം ഇതാന്ന് പറയുന്നതിന് മുമ്പ് പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ റീസ്ട്രെയിൻ ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ റീസ്ട്രെയിൻ ഒക്കെ മോണിറ്റർ ചെയ്യണം. അതിൻ്റെ ബിഹേവിയറൽ മോണിറ്ററിങ്ങും
കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക. പിന്നെ എസ്പെഷ്യലി പറയാനുള്ളത്, നമ്മുടെ സ്ട്രോക്ക് പേഷ്യൻസ് ആണെങ്കിൽ സ്ട്രോക്ക് അസസ്മെന്റ് ഉണ്ട്. അത് ഇപ്പം അഡ്മിഷൻ വന്ന പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ വിത്തിൻ 24 hours പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 4 hours ആയിരിക്കും നോക്കുന്നത്. അതുപോലെ പോസ്റ്റ്ഫോൾ ആയിട്ടുള്ള പേഷ്യൻസിനാണെങ്കിലും നമ്മൾ ന്യൂറോ ചെക്ക് ചെയ്യും എവറി 4 hours. അപ്പോൾ അങ്ങനെ നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള മോണിറ്ററിങ് ഉണ്ടാവും. അതുപോലെ കാർഡിയാക് പേഷ്യൻസ്, ഞാൻ പറയുന്നത് ടെലി പേഷ്യൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ടെലി പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടാതെ നമുക്ക് വേറെ 2-3 കാര്യങ്ങളും കൂടെ ചെയ്യണം. അതായത് നമ്മൾ വരുന്ന പാടെ രാവിലെ തന്നെ 7 മണിക്കത്തെ നമ്മൾ സ്ട്രിപ്പ് എടുത്ത് വെക്കണം. നമ്മൾ അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന് കാർഡിയാക് മോണിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ സിസ്റ്റത്തിൽ കാണാം, നമ്മുടെ മോണിറ്ററിൽ കാണാം. അപ്പോൾ ആ മോണിറ്റർ നമ്മുടെ സ്ട്രിപ്പ്, അതിൻ്റെ സ്ട്രിപ്പ് ഉണ്ടല്ലോ പേപ്പറിൽ, നമ്മൾ സ്ട്രിപ്പ് വരുന്നത് നമ്മൾ എടുത്തൊട്ടിച്ച് നമ്മുടെ റിതം ഐഡന്റിഫൈ ചെയ്യണം. അത് മസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, അത് നമ്മൾ എവറി 4 hours ആണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ വൈറ്റൽസും ചെക്ക് ചെയ്യും. ഈ എവറി 4 hours ടെലി പേഷ്യൻസിന് മാത്രം നമ്മൾ വൈറ്റൽസ് ചെക്ക് ചെയ്യും. കാരണം അവർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് എപ്പോൾ വേണേലും ചേഞ്ച് വരാം. അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ടും വൈറ്റൽസും ചെക്ക് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കാർഡിയക് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കാർഡിയക് പേഷ്യൻസിന് ചിലപ്പോൾ നമ്മൾ പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. അപ്പം നമ്മുടെ ആൻജിയോഗ്രാമോ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മളത് റെഡിയാക്കി. ഇപ്പോൾ അതിരാവിലെ പോകുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തലേദിവസേ നൈറ്റുകാരോട് പറഞ്ഞേക്കും, അല്ലെങ്കിൽ അവർ റെഡിയാക്കി ഇരുത്തിയേക്കും. ആ പേഷ്യൻസിനെ റെഡിയാക്കി മെഡിക്കേഷനൊക്കെ കൊടുത്ത് വൈറ്റൽസ് ചെക്ക് ചെയ്ത് പേപ്പേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് ഒക്കെ റെഡിയാക്കും. അതല്ല ഇനിയും ഉച്ചയ്ക്കൊക്കെയാണ് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും, ഡേ ഷിഫ്റ്റുകാരായിരിക്കും അത് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നമ്മളായിരിക്കും പേഷ്യൻസിനെ വിടേണ്ടത്. ഇപ്പം എസ്കോർട്ട് പോകേണ്ട പേഷ്യൻ്റ് ആണ്, ഇപ്പോൾ മോണിറ്റർ വേണ്ട പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഇപ്പോൾ എഴുതുവാണ് പേഷ്യൻ്റ് ഷുഡ് ബി മോണിറ്റേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇപ്പം അതിനുള്ള സ്റ്റാഫ് പോകണം. അപ്പം ചിലപ്പോൾ അവർ വിട്ടിട്ട് എക്സ്ട്രാ സ്റ്റാഫിന് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വിളിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അസൈൻഡ് ആയിട്ടുള്ളവരാണോ അവരാണ് പോകേണ്ടത്. അപ്പോൾ ആ സമയത്ത് മറ്റുള്ള ആൾക്കാർക്ക് ഈ കാർട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞതാണ്. അപ്പോൾ ഞാനൊക്കെ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്കൊന്നും പറഞ്ഞു തരാനൊന്നും ആരും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാമല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും പുതിയ നല്ല നല്ല വീഡിയോസുമായി കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും പുതിയ ടോപ്പിക്കിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും കാര്യം നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടോ അല്ലാതെയോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടാം. കഴിവതും അതിന് ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇത് തന്നെ ഭയങ്കര ലോങ് ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.